ലിപ്സ്റ്റിക് അത്ര പോരാ. റിങ്കി 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 നീ എവിടെ പോയി കിടക്കണ പറഞ്ഞില്ലേ? ആ ദാ വരുന്നു. കിടന്ന് ബഹളം ഉണ്ടാക്കാതെ. എത്ര നേരമായി റിങ്കി? ഇവളുമാര് പോയില്ലേ ഇതുവരെ? പിള്ളേരെ നിങ്ങൾ പോകുന്നത് എത്ര നേരമായിട്ട്? എങ്ങനെ പോവും? മഹാറാണി മോളിൽ നിന്ന് ഇറങ്ങി വരണ്ടേ? ആ ബെസ്റ്റ്. അവൾ ഇതുവരെ വന്നില്ലേ? റിങ്കി ഇതൊരു ഒരുക്കോ ഇത്? 3 മണിക്കൂർ വേണം അമ്മയ്ക്കും മോക്കും എവിടെയെങ്കിലും ഇറങ്ങണം. എന്തോന്ന് പറഞ്ഞത്? അവളെ കാര്യം പറയുമ്പോ എന്തിനാ എന്റെ പേരെടുത്തിട്ടുന്നേ? അത് പിന്നെ പറയുമ്പോ എല്ലാം പറയണല്ലേ. അയ്യേ ആ ഇറങ്ങി. അതാ വന്ന്. മോളെ നീ ഇത്ര നേരമായിട്ട് ഒരുങ്ങിയത് ഇതാ? അതിനാരും ഒരുങ്ങി? ഇടി എത്ര നേരമായി മോളിൽ കയറി പോയിട്ട് ഈ കൊച്ചി ഇതും പിടിച്ചോണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായിന്ന് അറിയോ? അമ്മ ഇവിടെ ഒന്ന് പല്ല് തേച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല, പൗഡർ ഇട്ട് മുടി ഇങ്ങനെ വലിച്ചു ചീക്കി വരാൻ അധികം സമയമൊന്നും വേണ്ട. എനിക്ക് ഇതുപോലെ വന്ന് ഇങ്ങനെ നിൽക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് ശുദ്ധിയും വൃത്തിയൊക്കെ ഉണ്ട്. അവള് പറഞ്ഞ ശരിയാണ്. നീ കുളിച്ചില്ലേ മോളെ? കുളിച്ചില്ല എന്നൊക്കെ ചോദിച്ചാ കുളിച്ചില്ല. പക്ഷെ ഞാൻ സ്പ്രേ ആണോല്ലേ? പല്ലെങ്കിലും തെച്ചാ അമ്മ ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായിരുന്നു ഡിനോസർ അല്ലേ? ഇടി ആനയല്ലേ? ആ ആന ഇപ്പോ, പണ്ട് ഡിനോസർ ആയിരുന്നില്ലേ? ആനയാണെന്ന് ഉറപ്പിച്ചല്ലോ. എങ്കിൽ ഇത്രയും വലിയ ജീവിയെ ആന പോലും പല്ലേക്കണില്ല, പിന്നെ ഇത്രയും കുഞ്ഞു ജീവിയെ ഞാൻ എന്തിനു പല്ലേക്കണം? ഇത്രയും കുഞ്ഞു ഉരുണ്ട ജീവി എന്ന് വേണം പറയാൻ. നിങ്ങൾ 3 പേരും കൂടെ എന്നെ ഇങ്ങനെ ചുറ്റും ആക്രമിക്കാതെ എനിക്ക് ബർത്ത്ഡേ ഫംഗ്ഷന് പോകാൻ സമയം കേക്ക് മുറിക്കണ എത്തണം. ഫംഗ്ഷൻ തീർന്നു. ശരിക്കും പല്ലിച്ചാ? ആരെങ്കിലും പിടിക്കാതെ മോളെ. നിങ്ങൾ എങ്ങനെ പോണത്? അച്ഛന്റെ വണ്ടിയില്. എന്റെ വണ്ടിയില്ല? ആര് പറഞ്ഞു എന്റെ വണ്ടി എടുത്തോളെ? എന്തോന്ന് വെച്ചാ എല്ലാരും കൂടി ഒരു വീട്ടിൽ താമസിക്കുമ്പോ എന്റെ നിന്റെ എന്നൊക്കെ ഉണ്ടോ? ഇതൊക്കെ വളരെ മോശമാണ് അച്ഛാ. അച്ഛനോട് ഞാൻ മോളെ സൂക്ഷിച്ചു പോണേ. ആ എന്റെ അധ്വാനത്തിന്റെ ആദ്യത്തെ ഫലമാണ്. പുരാവസ്തു അല്ലേ? മറ്റേ മോൺസൺ ചേട്ടൻ കണ്ടിട്ടുണ്ടല്ലോ, ലേലത്തിൽ പിടിച്ചോണ്ട് പോകും. പുരാവസ്തുവാ? ഓ മോൻസൺ ചേട്ടൻ ആവശ്യത്തിന് ആ വണ്ടിയേ ഉള്ളൂ. കേട്ടിട്ടുണ്ട്. അതാ ആ പിള്ളേരെ കൈവയ്ക്കാൻ തുടങ്ങിയ ശേഷം വണ്ടിക്ക് എന്തും കംപ്ലൈന്റ് ആണ്. നിനക്ക് അതുപോലെ അറിയാമോ? ഞാൻ പൊന്നുപോലെ കൊണ്ടുപോണ വണ്ടിയാണ്. മണി ഡേ മണി, എന്തോന്ന് ഗ്യാസ് ഭഗവാനെ ഇത്? മണി ഓ മണി, നീ ഇവിടെ പണി ചെയ്തോണ്ടിരിക്കണം? അല്ലല്ലോ, പണിയല്ലായിരുന്നു. ഇവിടെ കൂടി നിന്നേ കൂടിയാട്ടം ചെയ്യായിരുന്നു. നിന്നെ സമ്മതിച്ചു മണി. നിന്റെ ഈ ഹ്യൂമർ സെൻസ് കണ്ടു പഠിക്കണം. ഹ്യൂമർ സെൻസ് കണ്ടുപഠിക്കണം. എന്തിന്? ഇനി ഏത് സാഹചര്യത്തിലും ഇങ്ങനെ തമാശ പറയാനുള്ള നിന്റെ ആ കഴിവ് അപാരം തന്നെ. അത് പറയാനാണ് ഇങ്ങോട്ട് വന്നേ? അത് പറയാനല്ല ഞാൻ വന്നത്. പിന്നെ വന്നപ്പോ അതും കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ എന്താണ് പറയാൻ വന്നത്? അതിങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. മണി, ഞാനേ മീശ പഠിക്കട്ടെ. എന്തു പറയുന്നു? മീശ പഠിച്ചിട്ട്? അല്ലെ, മീശ പഠിച്ചാലേ ഒരു 10 വയസ്സ് കുറഞ്ഞിരിക്കുന്നു പറഞ്ഞു. ആര് പറഞ്ഞു? ബാങ്കിലെ സുമലത. സുമലത? ആഹാ, എന്തൊക്കെ പറഞ്ഞു കുട്ടി? വേറെ പിന്നെ ഞാനൊരു നല്ല സരസനാണെന്ന് പറഞ്ഞു. നിങ്ങള് സരസൻ? ഓഹോ, ഇനി വല്ലതും പറഞ്ഞ? പിന്നെ പറയണേ, ഇത്രയും വലിയ പെൺകുട്ടികളുടെ അച്ഛനാണെന്ന് ഒരിക്കലും പറയില്ല. വേറെ നിന്നെ പറ്റിയും പറഞ്ഞു. എന്നെ പറ്റി എന്തോന്ന് പറയാൻ? നിന്റെ കറികളൊക്കെ നല്ല ടേസ്റ്റ് ആണ്, നല്ല സൂപ്പറാണെന്ന് പറഞ്ഞു. അതെങ്ങനെ അവര് പറയും? അവർക്ക് ഞാൻ ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ലല്ലോ. എന്റെ മോണിക്കുട്ടി, നീ എനിക്ക് എന്നും ചോറ് പൊതി തന്നു വിടൂലേ? അതിലെ കറികൾ കഴിച്ചു. അപ്പൊ ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിപ്പ്. അതെ, ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് കഴിക്കണേ. അപ്പോഴേ ഞങ്ങൾ ഈ നാട്ടും കാര്യം വീട്ടുകാരിയും ഒക്കെ പറഞ്ഞാണ് കഴിയുക. സുമലത നാട്ടുപുറത്താടിയാണ്. നമ്മുടെ ബംഗാനൂർ എവിടെയാണ് താമസം. അപ്പൊ ഇങ്ങനെ ഈ സുമലത ഉണ്ടല്ലോ, ഈ ഉണക്കമുളക് തൈര് കൊണ്ടാട്ടം, ഈ മുളക് കൊണ്ടാട്ടം കൊണ്ടുവരും. ഇത് ടേസ്റ്റ് മണി സൂപ്പറാണ്. തൈര് മുളക് അതല്ലേ എല്ലാ വീട്ടിലും പൊരിച്ചെടുക്കണ സാധനമല്ലേ? അതിന് ഇത്ര വർണ്ണിക്കാൻ തോന്നിയിരിക്കുന്നു. വേറെല്ലാം പറഞ്ഞാ? വേറെ ഒന്നും പറഞ്ഞില്ല. വേറൊന്നും പറഞ്ഞില്ല. എപ്പോ തുടങ്ങി ഇതൊക്കെ? എന്തോന്നു? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഓഫീസിൽ പോകാൻ നേരത്തെ ഈ ഇടയായിട്ട് കണ്ണാടിയുടെ മുന്നിൽ ചെന്നിട്ട് ഇങ്ങനെ നോക്കല് പൗഡർ ഇടല്.
അവള് മീശ പഠിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഉടനെ പോയി മീശ പഠിക്കൂല്ലേ? അതിന് ഞാൻ പഠിച്ചില്ലല്ലോ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. രാവിലെ കഷ്ടപ്പെട്ട് എണിച്ചിരുന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്, ഇനി അവർക്ക് കൊണ്ടേ കൊടുക്കാനല്ല. അത് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യില്ലേ മണി? അങ്ങോട്ട് ഷെയർ ചെയ്യണ്ട, ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചാൽ മതി, കേട്ടല്ലോ? നീ എന്തിനാണ് മണി ഇങ്ങനെ ഒരു സംശയത്തോടു കൂടി എന്നെ നോക്കി സംസാരിക്കുന്നത്? എന്ത് പേടിച്ചു പോയാ? പേടിച്ചില്ല. പറ്റിച്ചേ, നിങ്ങൾ എനിക്ക് അറിഞ്ഞൂടെ? പിന്നെ നിങ്ങൾ വല്ല പെമ്പിള്ളേരെ പുറകെ പോകുന്നു ഞാൻ വിചാരിച്ചാ. പറ്റിക്കാനാണെങ്കിൽ ഇങ്ങനെയൊന്നും പറയല്ലേ മണി. മീശ എടുക്കണില്ലേ? ഓ ഇനിയില്ല, ആ ഫ്ലോ ആയിരുന്നു. പോട്ടാ. ശരിക്കും പേടിച്ചു. നമ്മളോടാ കളി. സുമലത പേരൊക്കെ കൊള്ളാം, നല്ല ലുക്കായിരിക്കും അല്ലേ? ഓ പിന്നെ ലുക്കുണ്ടെങ്കിൽ നമുക്ക് വലിയ ലുക്ക തന്നെ. എന്നാലും അവര് പറയണ കേട്ടോണ്ടെങ്കിൽ ഒരു മീശ എടുക്കാന്ന് വിചാരിച്ചല്ലോ. ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണമൊക്കെ അവര് കൊണ്ടുപോയി കൊടുക്കുന്നു, ഷെയറിങ്. ഓഫീസിലൊക്കെ ആവുമ്പോ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു കാര്യം. എന്നാലും ഒരു ചെറിയ ചഞ്ചലാട്ടം ഉണ്ടോ? നമുക്ക് തോന്നണതായിരിക്കാം, പക്ഷെ എന്നാലും ഇനി അങ്ങനെ വല്ല തോന്നലും ആണെങ്കിൽ ഒറ്റ വെട്ട് 2 കഷണം. നിങ്ങളുടെ വീട്ടിലെ മണിക്കുട്ടിയുടെ കളി.